ഒരിക്കലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ നമ്മൾ വണ്ടിയിലെടുക്കില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ ഒരു ഓണറും ശ്രമിക്കില്ല. KSRTCയുടെ വിഷയം ആരും പറയുന്നില്ല. KSRTC എന്ത് ചെയ്താലും ആരും KSRTC ഒരു അപകടം ഉണ്ടായി, അതൊരു കാരണവശാലും ഒരാളും പറയാറില്ല. താങ്കൾക്ക് വണ്ടി തരാം, താങ്കളൊന്ന് ഓടിച്ചു കാണിക്കും 8 മിനിറ്റ് കൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ അത്ര എക്സ്പെർട്ട് ആയതുകൊണ്ടാണ് ഈ വണ്ടി കൊണ്ട് അവിടെ എത്തിക്കുന്നത്, അല്ലെങ്കിൽ നടക്കൂല. മാക്സിമം നമ്മൾ ക്ഷമിച്ച് നിൽക്കണം. അത് കഴിഞ്ഞിട്ടും പിന്നെയും നമ്മുടെ മെക്കിട്ട് കയറുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരിച്ച് പറഞ്ഞു പോണത്. ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്നതടക്കമുള്ള MBDയുടെ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി ശരിവച്ചു. എന്നാൽ ഈ വിധി സാമൂഹ്യ സുരക്ഷയുടെ ഒരു ഭാഗമായിരിക്കുമ്പോൾ തന്നെ ബസ് ഉടമകളും അതുപോലെ ജീവനക്കാരും അതുപോലെ തന്നെ പെർമിറ്റ് ഹോൾഡേഴ്സിനും ഒരു വലിയ ചുമതല നൽകുന്ന ഒരു ഉത്തരവായിരിക്കുകയാണ്. PCC വേണമെന്നുള്ള MBDയുടെ ആവശ്യം എങ്ങനെ ബസ് ജീവനക്കാർ അംഗീകരിക്കുന്നുവെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഒന്നോർത്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വണ്ടിപ്പണിക്കാരെന്ന് പറഞ്ഞാൽ മയക്കുമരുന്നും ഇതെല്ലാം ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. PCC എടുക്കുമ്പോൾ 800 രൂപ വേണം PCC എടുക്കാൻ. 6 മാസം കൂടുമ്പോൾ അത് പുതുക്കണം. അപ്പോൾ സർക്കാരിന് പൈസ കിട്ടും. തൊഴിലാളികളുടെ ലഭ്യതക്കുറവുകൊണ്ട് വണ്ടികൾ ഇവിടെ ഓടാണ്ട് കിടക്കും. അല്ലാണ്ട് PCC കൊണ്ട് പ്രത്യേകിച്ചൊരിതില്ല. ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് സമയക്രമം പാലിച്ച് നമ്മുടെ ഗതാഗതം കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ അപകടങ്ങൾ കുറയുള്ളൂ. അതിനുള്ള നല്ല ബോധവൽക്കരണം പണിക്കാർക്കും എല്ലാം കൊടുത്ത് കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. PCC കൊണ്ട് മാത്രം ഒരിക്കലും ഇത് റെഡിയാവില്ല. MBD ഹർജിയിലുള്ള വിഷയം എന്ന് പറയുന്നത് PCC എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും PCC കിട്ടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ബസ്സിൽ നിരന്തരം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതിൽ ചിലപ്പോൾ പോലീസ് കേസ് ആവാറുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ PCC വേണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് PCC കിട്ടണമെന്നില്ല. കാരണം പല കേസുകളിലും അത് MBD തന്നെ അല്ല, നമ്മൾ സർക്കാരിനോട് പറഞ്ഞ അടിസ്ഥാനത്തിൽ സർക്കാർ പറഞ്ഞങ്ങനെ മയക്കുമരുന്ന് അതുപോലെ നമ്മുടെ സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, അതായത് ക്രിമിനൽ കേസുകൾ അതുപോലുള്ള കേസുകൾക്ക് മാത്രമേ PCC പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു കേസിനെ കുറിച്ച് മറ്റുള്ള കേസുകൾക്ക് PCC പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിമിനൽ സ്വഭാവമുള്ളവരെ വണ്ടിയിൽ നിന്ന് മാറ്റണം എന്നാണ് PCC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അപകടം കുറക്കാനായിട്ട് ഒരു കാരണവശാലും നമുക്ക് PCC കൊണ്ട് കഴിയില്ല. PCC കൊണ്ട് ഈ ഒരു കാര്യം മാത്രമേ കഴിയുള്ളൂ. അപകടം കുറക്കണമെങ്കിൽ ഇവിടെ സംവിധാനങ്ങൾ മാറണം. വണ്ടികൾ ഓടാണ്ട് കിടക്കും, അല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോണില്ല. സൈറ്റ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചെന്തെങ്കിലും പറയണത് യാത്രക്കാരും നമ്മളോട്. ബസ്സുകാരെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട് നിൽക്കുന്ന ബസ്സുകാരാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ബസ്സുകാർക്കെതിരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് വേറെ ചെറുവണ്ടികളെ എന്ത് തന്നെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു വണ്ടി ഒന്ന് തട്ടേ മുട്ട ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കിടക്കുന്ന ബസ്സാണെന്നുണ്ടെങ്കിൽ ബസ് ചിലപ്പോൾ അതിൻ്റെ പുറകെ കിടക്കണായിരിക്കുള്ളൂ. ആദ്യം ബസ്സുകാരെ മെക്കിട്ട് വരും. ഒരുപാട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ വേറെ വണ്ടികൾ തമ്മിൽ കൂട്ടിയതാണ്. എന്നിട്ട് തൊട്ടുപുറയിൽ വന്ന ആൾക്കാർ വന്ന് നോക്കി കഴിഞ്ഞാൽ ബസ്സാണ് അവിടെ കിടക്കണം. ഞങ്ങളോടൊന്ന് ചോദിക്കണേ, ഞങ്ങൾക്ക് എന്താണ് എങ്ങനെ ഈ ഓർഡർ നിങ്ങളൊക്കെ മരണം പാലിച്ചിട്ടാണ് മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ബൈക്കും കൂടെ തമ്മിൽ മുട്ടിയേക്കണത്. ഇത് കണ്ടിട്ട് ഞങ്ങൾ ചവിട്ടി ഒതുക്കി മാറ്റിയിട്ടേക്കാണ്. കാര്യം പോലും അറിയാവുന്ന ആൾക്കാർ നമ്മളോട് കയറിക്കൊണ്ടിരിക്കണം. യാത്രക്കാരായാലും പുറത്ത് ടൂ വീലറാരെ കൊണ്ടൊക്കെ ചെയ്യുന്നു. കയറി ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി വരും. എന്നിട്ട് നമ്മളോട് ചോദിക്കണം എന്താണെന്ന്. നമ്മൾ മാക്സിമം പിന്നെ ഈ പാലത്തിൻ്റെ ബ്ലോക്കും പണി തീർന്നിട്ടില്ല, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ അവിടെ കൗണ്ട് ഡൗൺ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ തുറക്കുമെന്ന് പറഞ്ഞിട്ട് അതുപോലും നടന്നിട്ടില്ല. ഇപ്പോഴും ടാറിങ് പൂർത്തിയായിട്ടില്ല, അതവിടെ കിടക്കുകയാണ്. ഈ ഇവിടെ നിന്ന് അവിടം വരെ എത്താനായിട്ട് 8 മിനിറ്റ് ഗ്യാപ്പാണുള്ളൂ. 8 മിനിറ്റ് കൊണ്ട് എങ്ങനെ വന്നാലും എത്തൂല. ഞങ്ങൾ 1 മിനിറ്റ് ഗ്യാപ്പാണ് ഈ വണ്ടിക്കല്ല ട്രിപ്പ്. 1 മിനിറ്റ് ഗ്യാപ്പും കൊണ്ട് എന്ത് വന്നാലും കൂടി എത്തൂല. ഇതിൻ്റെ ഇടയിൽ വായി പിടിച്ച് പോകുമ്പോൾ യാത്രക്കാർ നമ്മളോട് സഹകരിക്കാനുള്ള റോഡിൻ്റെ ഏറ്റവും മോശം അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ കാരണം. യാത്രക്കാരോട് ആരും നമ്മൾ സഹകരിക്കാനുള്ള. നമ്മളോട് പറയുമ്പോൾ മാക്സിമം നമ്മൾ ക്ഷമിച്ച് നിൽക്കണം. അത് കഴിഞ്ഞിട്ടും പിന്നെയും നമ്മുടെ മെക്കിട്ട് കയറുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരിച്ച് പറഞ്ഞു പോണത്. അത് മോശപ്പെട്ട രീതിയിലൊന്നും നമ്മൾ സംസാരിക്കാറില്ല. എന്നാലും ഇത്തിരി ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ അതവർ പറയണത് നിങ്ങൾ ബസ്സുകാരെല്ലാവരും കണക്കാണ് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്നതാണ് ഈ വിദ്യാർത്ഥികളുടെ അടുത്ത് കൺസെഷൻ കൊടുക്കുന്നില്ല, സീ കൊടുക്കുന്നില്ല എന്നുള്ള. വിദ്യാർത്ഥികൾക്ക് നമ്മൾ കാർഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൺസെഷൻ കൊടുക്കാനുണ്ട്. കാർഡ് നിർബന്ധമാണ്, അല്ലെങ്കിൽ യൂണിഫോം. ഇത് രണ്ടുമില്ല, കാർഡുമില്ല യൂണിഫോമില്ല ബാഗും ഇല്ലാണ്ടൊക്കെ വലിയ പിള്ളേർ. കാലങ്ങൾ കടന്നു പോകുമ്പോൾ ഡ്രൈവറും പണിക്കാരൊന്നും ഇല്ലാണ്ട് വണ്ടികൾ ഓടി തുടങ്ങുമല്ലോ. റിമോട്ടിലോട്ടെ ഇതില്ലാത്ത ആൾക്കാരെയൊക്കെ നമ്മ അങ്ങനെ നോക്കണം, നല്ല കാര്യമാണ്. പക്ഷേ അതിനനുസരിച്ച് റോഡും കൂടി ഒന്ന് നോക്കണം. സർക്കാരിൻ്റെ വണ്ടികളെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ അങ്ങനെ നോക്കണ്ടല്ലേ. പ്രൈവറ്റ് വണ്ടിക്കാരെന്നല്ല, അത് ഇപ്പോൾ റോട്ടിൽ മറ്റു വണ്ടിക്കാരും കൂടിയുള്ള ഗതാഗത കുരുക്കാണ്. അത് ആദ്യം മാറ്റാൻ പറ. അപ്പോൾ കുറേ അപകടങ്ങൾ ഒഴിവാകും. വാഹനാപകടങ്ങൾ കൂടാനായിട്ട് PCC അല്ല പ്രശ്നം, സർക്കാർ തന്നെ പ്രശ്നം. സമയക്രമം കൃത്യമായിട്ടില്ലാത്തത് കൊണ്ടും പുതിയ പെർമിറ്റുകൾക്ക് അനുമതി കൊടുക്കുന്നതുകൊണ്ടും മാത്രമാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാതെ PCC കൊണ്ട് അപകടം കുറക്കാനായിട്ട് ഒരു കാരണവശാലും കഴിയില്ല. PCC ക്രിമിനൽ സ്വഭാവമുള്ള തൊഴിലാളികളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് PCC നടക്കുകയുള്ളൂ.
അല്ലാണ്ട് അപകടങ്ങൾ കുറക്കണമെങ്കിൽ റോഡിൽ അതിനുള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. കൃത്യമായിട്ട് സർക്കാർ തന്നെ ഇപ്പോൾ പുതിയ പെർമിറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ട് 2-ാം തീയതി ഹിയറിംഗ് ഉണ്ട് പുതിയ പെർമിറ്റ്. ഇവിടെ അല്ലെങ്കിൽ തന്നെ 2 മിനിറ്റ് 1 മിനിറ്റിൽ വണ്ടികൾ ഓടുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പെർമിറ്റുകൾ കൂടുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു വീഴ്ച തന്നെയാണ്. കാരണം വീഴ്ച തന്നെയാണല്ലോ. സർക്കാരിന് ഇതുകൊണ്ട് ചിലപ്പോൾ പൈസ കിട്ടും, പക്ഷേ റോഡിൽ ഇതേപോലെ അപകടങ്ങളുണ്ടാവും. PCC എടുക്കുമ്പോൾ 800 രൂപ വേണം PCC എടുക്കാൻ. 6 മാസം കൂടുമ്പോൾ അത് പുതുക്കണം. അപ്പോഴും സർക്കാരിന് പൈസ കിട്ടും, അല്ലാണ്ട് എന്ത് ഗുണം കൊണ്ടുണ്ടാവും. അതുപോലെ നമ്മുടെ ഈ റോഡിൻ്റെ ശോചന, അതായത് വൈപ്പിങ്കരയിലൊക്കെ അറിയാമല്ലോ. ഈ പാലം കടന്ന് പോകണമെങ്കിൽ വൈകുന്നേരം ഇവിടെ ജോലിക്ക് പോകണ പെണ്ണുങ്ങളൊക്കെ വീട്ടിലെത്തുന്ന 7 മണി 7:30 മണിക്കാണ്. അത്രയ്ക്ക് തിരക്കാണ്. റോഡില്ല അതിനുള്ള. എന്താ അതിൻ്റെ ഇടയിൽ കൂടി വീണ്ടും വീണ്ടും പെർമിറ്റുകൾ കൊടുക്കുന്നു. ഇവിടെ ബസ്സുകാർ മാത്രമല്ലല്ലോ അപകടം ഉണ്ടാവുന്നത്. ബസ് അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് മീഡിയാസും എല്ലാവരും വലിയ കാര്യത്തിന് പറയണത്. ഇവിടെ അല്ലാത്ത വണ്ടി മുട്ടി എന്തോരം ആൾക്കാരും മരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ വലിയ കാര്യമായിട്ട് പറയണ്ട, ആരും പറയണില്ല. ഈ ബസ്സുകാർ മുട്ടുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇവർക്ക് സമയമില്ലാണ്ട് ഇവർ കിടന്ന് ഇത്രയും ഈ ട്രാഫിക്കിൻ്റെ ഉള്ളിൽ കൂടി എന്തോരം കഷ്ടപ്പെട്ടാണ് ഈ ബസ് കൊണ്ടുപോകുന്നത്. അതാരും മനസ്സിലാക്കണില്ല. അപ്പം നമ്മളൊരു കാറായിട്ട് പോണ്, കാറുകാരന് ഒരു കുഴപ്പമില്ല, അവനെ എപ്പോൾ എത്തിയാലും കുഴപ്പമില്ല. പക്ഷെ ബസ്സിനതല്ല. ഈ ഹൈക്കോടതിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഗോശ്രീ പാലം വരെ 8 മിനിറ്റ് ഉള്ളൂ. താങ്കൾക്ക് വണ്ടി തരാം, താങ്കളൊന്ന് ഓടിച്ചു കാണിക്കും 8 മിനിറ്റ് കൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ അത്ര എക്സ്പെർട്ട് ആയതുകൊണ്ടാണ് ഈ വണ്ടിയും കൊണ്ട് അവിടെ എത്തിക്കുന്നത്. അല്ലെങ്കിൽ നടക്കൂല, ഒരാൾക്കും പറ്റൂല. ഈ MVDക്ക് പറ്റുമോ? ഒരാൾക്കും പറ്റൂല. ഇവിടുത്തെ പുതിയ പെർമിറ്റ് വന്നതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നത്. ഇപ്പോൾ ഹിയറിംഗ് വെച്ചിട്ട് RTOന് ആ ഹിയറിംഗ് നടത്തി കൊടുക്കാൻ പറ്റിയില്ല. സമയക്രമം ഇല്ലാത്തതുകൊണ്ട് എല്ലാ വണ്ടിക്കും ഒരേ മിനിറ്റ് ഗ്യാപ്പും സെയിം ടൈം ഉള്ളതുകൊണ്ട് നടത്തി കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് 3 പ്രാവശ്യം മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ രണ്ടാം തീയതി രണ്ടാമത് ഹിയറിംഗ് വെച്ചേക്കണം. ആ ഹിയറിംഗ് വരുന്നതും എല്ലാവരും സമയമില്ല, 1 മിനിറ്റ് പോലും സമയമില്ല, ഗ്യാപ്പില്ലാണ്ടാണ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും വണ്ടികൾ വരുമ്പോൾ പിന്നെ മത്സരോട്ടം പ്രശ്നങ്ങളും എല്ലാം വരും. ഇപ്പോൾ വെച്ചാക്കണത് സെയിം ടൈമാണ് ഒരേ വണ്ടികളുടെ. ഇപ്പോൾ 8:02-നാണെങ്കിൽ 8:02 തന്നെയാണ് പുതിയ പെർമിറ്റും വെച്ചാക്കണത്. KSRTCയുടെ വിഷയം ആരും പറയുന്നില്ല. KSRTC എന്ത് ചെയ്താലും ആരും പറയും. KSRTC ഒരു അപകടം ഉണ്ടായി, അതൊരു കാരണവശാലും ഒരാളും പറയാറില്ല. പക്ഷെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്താണ് ഇങ്ങനെ പ്രൈവറ്റ് ബസ്സുകൾ എന്തോ ശത്രുതാ മനോഭാവത്തോടെയാണ് പ്രൈവറ്റ് ബസ്സുകളെ പത്രമാധ്യമങ്ങളും അതുപോലെ പൊതുസമൂഹവും കാണുന്നത്. പ്രത്യേകിച്ച് അധികാരികൾ, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഇത്രയും രൂപ, അതായത് നമ്മൾ 25-30 ലക്ഷം രൂപ മുടക്കേണ്ട ബസ് ഇറക്കേണ്ടത്. പക്ഷെ അതിനുള്ള നമ്മളൊരു ഇൻവെസ്റ്ററാണ്. അതിനുള്ള യാതൊരു പരിഗണനയും സർക്കാരിൽ നിന്നോ അധികാരിയിൽ നിന്നോ നമുക്ക് കിട്ടാറില്ല. എപ്പോഴും നമ്മൾ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ബസ് ജീവനക്കാരായാലും ബസ് ഉടമകളായാലും. ബസ് ഉടമകളെന്ന് പറയില്ല, പണ്ട് ജോലി ചെയ്യുന്നവരാണ് ഇപ്പോൾ ബസ് എടുത്തേക്കണവർ. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ബസ് ജീവനക്കാരായാലും ബസ് ഉടമകളായാലും ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളെയും നമ്മൾ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ബസ് വ്യവസായമായിട്ട് നടക്കുന്നവർക്ക് ഒരു കാരണവശാലും കഴിയില്ല. കാരണം ഇതൊരു സർവീസാണ്. ഇതിൽ ക്രിമിനലുകൾ വരണത് നമ്മളൊരിക്കലും അനുകൂലിക്കുന്നില്ല. ചെറിയൊരു കേസ് ഉണ്ടെങ്കിൽ പോലും ആർക്കും ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂര് ഒരു സംഭവം നടന്നു. എല്ലാ ഹർത്താലായിരുന്നു കൊടുങ്ങല്ലൂർ ബസ്സുകൾ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെങ്കൊച്ചിൻ്റെ വണ്ടിമ മുട്ടിയിട്ട് ആ പെങ്കൊച്ചി നേരെ വധശ്രമത്തിനാണ് കേസ് കൊടുത്തത്. അവർ കണ്ടക്ടറും ഡ്രൈവറും റിമാൻഡ് പോയി. 3 ദിവസം റിമാൻഡ് കിടന്നിട്ടാണ് പിന്നെ ജാമ്യത്തിൽ കോടതി നേരിട്ട് വെഹിക്കിളിനെ വിളിച്ച് ചോദിച്ചിട്ടാണ് അവർ ജാമ്യം കൊടുത്തത്. ഇങ്ങനത്തെയൊക്കെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാൻ. ഈ ഇത്രയും ബ്ലോക്ക്, ഇവിടുത്തെ ബ്ലോക്ക് അറിയാലോ. അപ്പം അതിൻ്റെ ബ്ലോക്കും ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓടിച്ച് എങ്ങനെയെങ്കിലും എത്തിക്കണം എന്നുള്ള ഒരു ബാധ്യതയും കൂടിയും വരെയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും. ഇനിയിപ്പം ഡ്രൈവർ ആണെങ്കിലും വണ്ടിയിൽ ജോലിയായിട്ട് ചെയ്യുന്നവർക്ക് PCC ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും അങ്ങനെയാണ് വന്നേക്കണം. ഇപ്പൊ കണ്ടക്ടർക്കായാലും അങ്ങനെ തന്നെയാണ്. PCC ആണെങ്കിൽ ഇപ്പൊ പറ്റുള്ളൂ വർക്ക് ചെയ്യാൻ. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് വന്നെ. ഇപ്പൊ ചെറിയൊരു യാത്രക്കാരോട് മോശമായി പെരുമാറുന്ന അത് തന്നെ എല്ലാത്തിലും അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പൊ ചെറിയ വേറെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പോലും എല്ലാത്തിനും യാത്രക്കാരോട് ചെറിയതായിട്ട് പ്രശ്നം വന്നാലും ഇപ്പൊ വണ്ടി എന്തെങ്കിലും തട്ടിമുട്ടി അങ്ങനെ വന്നാലും എല്ലാത്തിനും ഇതിന്റെ ഒരു വിഷയം വരെയാണ്. വളരെ നല്ല കാര്യമാണ് സർട്ടിഫിക്കറ്റ് വേണ്ടത്. പിന്നെന്താ പറയാ, എല്ലാവരും ഇതിനോട് യോജിക്കണ്ടെന്ന് അറിയില്ല. വന്ന് കിട്ടിയാൽ കൊള്ളാം, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അതൊക്കെ വെച്ചാൽ ഉപകാരം. അതുണ്ട്, അകത്തും പുറത്തൊക്കെ ഉണ്ട്. നല്ല കാര്യം കൂടെ വെച്ചാൽ പരാതി ഉണ്ടാവും, ഇല്ലെന്ന് പറയാനുള്ള. ഇപ്പത്തെ ഈ ബസ് കൊടുങ്ങല്ലൂരിലെ ബസ്സാണ്. പരാതി വെച്ചാൽ നമ്മൾ ഈ മരമപ്പാച്ചിൽ വേറെന്നൊക്കെയാണ് പറയണത്. അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈമിന് ഓടാൻ പറ്റും. അതാണ് പ്രശ്നങ്ങൾ. പിന്നെ മോശമായിട്ട് പെരുമാറുന്ന നമ്മുടെ സാഹചര്യം
ജോലി ഇതാണ് അതിന്റെ പേരിലാണ്, അല്ലാതെ വല്ല വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടായിട്ട് അങ്ങനെ എന്തെങ്കിലുമാണ് ഞങ്ങൾ പെരുമാറുന്നത്. PCC വളരെ നല്ലൊരു കാര്യമാണ്. എല്ലാവരും അതിനോട് യോജിക്കാൻ സാധ്യത വളരെ കുറവാണ്. നമ്മളിവിടെ പണിയുടെ തൊഴിലാളികൾ എല്ലാവർക്കും ഓരോരോ കേസുകളായിട്ട് എല്ലാ കേസുകളും ഉണ്ടാവും. PCC നിയമം എന്ന് വെച്ചാൽ അത് ഒന്നോർത്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നല്ല കാര്യമാണ്. PCC എന്ന് പറഞ്ഞത് പോലീസ് ക്ലിയറൻസ് അല്ല അത് ഉദ്ദേശിക്കുന്നത്. അതേതായാലും ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഡ്രൈവർമാർക്കായാലും കണ്ടക്ടർമാർക്കായാലും വണ്ടിയിൽ ഏത് പണിക്കാരനായാലും അത് വേണം. അതാണ് എൻ്റെ അഭിപ്രായം. അത് ഒന്നോർത്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വണ്ടിപ്പണിക്കാരെന്ന് പറഞ്ഞാൽ മയക്കുമരുന്നും ഇതെല്ലാം ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാത്ത ആളുകളുമുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാത്ത ആളുകൾക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ ഈ ബസ് മേഖലയിൽ നടപ്പുണ്ട്. ആക്സിഡൻ്റ് ഉണ്ടാവുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഞങ്ങളുടെ തൊഴിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് ബസ് സർവീസ്, പ്രൈവറ്റ് ബസ്. അതിനുവേണ്ടി ഞങ്ങൾ ഈ പാഞ്ഞൂത്തി ഞങ്ങൾ ഓടണം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് റോട്ടിൽ കൂടി പോകുന്ന ആളുകൾക്കൊക്കെ അത് കുറേ ആളുകൾക്കൊന്നും അത് മനസ്സിലാവില്ല, കുറേ ആളുകൾക്കത് മനസ്സിലാവും. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഫീൽഡ്.